ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ രണ്ടെണ്ണം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതൊക്കെയാണ് കണ്ടത്? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. അങ്ങനെ ഈ രണ്ടെണ്ണം നമ്മൾ കണ്ടു. ഇനി അടുത്തത് അതിൻ്റെ അകത്തുള്ളത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻറ്റ്. നാലാമത്തെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ അതിൽ തേർഡ് വൺ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻറ്റ്. എന്താണ് ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത്? വാട്ട് ഡു യു മീൻ ബൈ ഫ്രീസിങ് പോയിൻറ്റ്? ഫ്രീസിങ് പോയിൻറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് the solid phase and liquid phase of a substance has the same vapor pressure. അപ്പോൾ സോളിഡ് ഫേസിലുള്ള സബ്സ്റ്റൻസിന് അതുപോലെ തന്നെ ലിക്വിഡ് ഫേസിലുള്ള സബ്സ്റ്റൻസിനും സെയിം വേപ്പർ പ്രഷർ ആകുന്നത് എപ്പോഴാണോ ആ ഒരു പോയിൻ്റാണ് ഫ്രീസിങ് പോയിൻ്റ് എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ, അതാണ് ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുക. അപ്പോൾ പ്രൗഡ്സ് ലോ അനുസരിച്ച് when a non-volatile solute is added to a pure solvent, its vapor pressure decreases. നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഒരു പ്യുവർ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പം വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പം അതൊരു സൊല്യൂഷനായിട്ട് മാറുകയാണ് അല്ലേ? അപ്പോൾ ആ സൊല്യൂഷനായി മാറിക്കഴിയുമ്പോൾ അതിൻ്റെ ആ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുക. ഇവിടെ ഒരു ഗ്രാഫിക്കൽ പ്ലോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാഫിക്കൽ പ്ലോട്ടിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സോൾവെൻറ്റിൻ്റെ കേസും സൊല്യൂഷൻ്റെ കേസും. ആദ്യത്തെ ആ രണ്ട് കേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ട് കർവ് പോലെ ആ ഒരു ലൈൻസ് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ ലൈനാണ്, രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ ലൈനാണ്. അപ്പോൾ അതിലെ വേപ്പർ പ്രഷർ എവിടെയാണ് പ്ലോട്ട് ചെയ്തേക്കുന്നത്? വൈ ആക്സിസിലാണ് പ്ലോട്ട് ചെയ്തേക്കുന്നത്. ടെമ്പറേച്ചർ എക്സ് ആക്സിസിലാണ് പ്ലോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ സൊല്യൂഷൻ്റെ കേസിൽ കുറഞ്ഞു വരുന്ന അല്ലെങ്കിൽ കുറവാണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നൗ ഇറ്റ് വുഡ് ബിക്കം ഈക്വൽ ടു ദാറ്റ് ഓഫ് സോളിഡ് സോൾവെൻറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇവിടെ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ നമ്മൾ പ്ലോട്ട് ചെയ്തു, അതുപോലെ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ പ്ലോട്ട് ചെയ്തു. സപ്പോസ് ഒരു സോളിഡ് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ നമ്മൾ പ്ലോട്ട് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ഗ്രാഫാണ് ഫ്രോസൺ സോൾവെൻ്റായിട്ട് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് അവിടെ ഒരു ലിക്വിഡ് സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർഷൻ നടക്കാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ പറയുന്നതനുസരിച്ച് ലിക്വിഡായിട്ടുള്ള സോൾവെൻറ്റ് സോളിഡ് സോൾവെൻ്റായിട്ട് കൺവേർഷൻ നടക്കും ടെമ്പറേച്ചർ കുറയുമ്പോൾ. അപ്പോൾ അതാണ് ഇവിടെ ഫ്രോസൺ സോൾവെൻ്റായിട്ട് നമ്മൾ വരച്ചിരിക്കുന്നത്. പിന്നെ ആ രണ്ട് പോയിൻ്റ്, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ മെർജ് ചെയ്യുന്ന ഒരു പോയിൻ്റ് കാണാമല്ലോ എന്ന് പറഞ്ഞ് ആ പോയിൻ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സോളിഡിൻ്റെ വേപ്പർ പ്രഷറും ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും ഒരേപോലെ വരുന്ന അല്ലെങ്കിൽ സെയിമായി വരുന്ന ആ ഒരു ടെമ്പറേച്ചർ, അതാണ് ആ മെർജ് ചെയ്യുന്ന ആ പോയിൻ്റ് സൂചിപ്പിക്കുന്നത്. രണ്ട് ലൈൻസും കൂടി മെർജ് ചെയ്യുന്ന ആ പോയിൻ്റ് സൂചിപ്പിക്കുക. അപ്പോൾ അതിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ ടെമ്പറേച്ചറിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ആ കിട്ടുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ് T0F എന്ന് ഡിനോട്ട് ചെയ്യും. അതുപോലെ തന്നെ ആ സൊല്യൂഷൻ്റെ ആ ഒരു ലൈൻ നമ്മൾ കുറച്ചും കൂടി നീട്ടി വരച്ചാൽ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ, അതായത് ആ ഫ്രോസൺ സോൾവെൻറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ അത് മീറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് നീട്ടി വരച്ചാൽ ഒരു ടെമ്പറേച്ചർ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമുക്ക് കിട്ടും. ആ ടെമ്പറേച്ചർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് TF എന്നാണ്. അപ്പോൾ ആ ടെമ്പറേച്ചറിന് നമ്മൾ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് സൊല്യൂഷൻ എന്നാണ് നമ്മൾ പറയുക. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ വാട്ടറിൻ്റെ ഐസിൻ്റെയും കേസിൽ സോൾവെൻ്റ് ആയിട്ട് നമ്മൾ വാട്ടർ എടുക്കുകയാണ്, ലിക്വിഡ് സോൾവെൻ്റ് ആയിട്ട്.
അതുപോലെ നമുക്കറിയാം ടെമ്പറേച്ചർ കുറയുമ്പം ലിക്വിഡ് സോളിഡ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ വാട്ടർ ഐസായിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വാട്ടറിൻ്റെ വേപ്പർ പ്രഷറും ഐസിൻ്റെ വേപ്പർ പ്രഷറും എപ്പോഴാണോ ഈക്വലായിട്ട് വരുന്നത് ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് വാട്ടർ എന്ന് പറയുക. ഇപ്പോൾ വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് നമുക്കറിയാം 0°C ആണ്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് T0F ഈസ് ഗ്രേറ്റർ ദാൻ TF. അതായത് ആ സോൾവെൻറ്റിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് ആയിരിക്കും ഗ്രേറ്റർ ആയിരിക്കുക. അങ്ങനെ വരുമ്പം നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണ്. പ്യുവർ വാട്ടർ നമ്മൾ സോൾവെൻ്റ് ആയിട്ട് എടുക്കുന്ന ഒരു കേസ്. അതുപോലെ തന്നെ പ്യുവർ വാട്ടറിൻ്റെ അകത്തേക്ക് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കഴിയുമ്പം അത് സോൾവെൻറ്റിൻ്റെ അകത്തേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അത് സൊല്യൂഷനായിട്ട് മാറും. അപ്പോൾ ആ രണ്ട് കേസ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇത് രണ്ടിൽ ഏതായിരിക്കും പെട്ടെന്ന് ഫ്രീസ് ആകുന്നത്? ഒരു ഫ്രീസ് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിരുന്നാൽ ഫസ്റ്റ് ഫ്രീസ് ആകുന്നത് ഏതായിരിക്കും? പ്യുവർ വാട്ടർ ആയിരിക്കും ഫ്രീസ് ആവുക. അപ്പോൾ ഇവിടെ the difference between the freezing point of pure solvent, that is T0F, and that of the solution TF is called depression of freezing point. അപ്പോൾ അവ തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് നമ്മൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുക. നമുക്ക് ആ ഡെൽറ്റ TF ആ ഗ്രാഫിക്കൽ പ്ലോട്ട് നോക്കിയാൽ ഡെൽറ്റ TF കാണാനായിട്ട് സാധിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻ്റ്. For dilute solutions, it is found that the depression of freezing point, that is delta TF, is directly proportional to molality, that is represented by small letter m of the solution. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഡെൽറ്റ TF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m, ഓർ ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF into m. Here KF is a constant, that constant is known as freezing point depression constant, or molal depression constant, or cryoscopic constant. അപ്പോൾ നമ്മൾ നേരത്തെ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് പറഞ്ഞപ്പോൾ അവിടെ എബുലിയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് എന്നാണ് അതിനെ വിളിച്ചത്. ഇവിടെ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ അത് ആ ടേം ഒന്ന് ഓർത്തിരുന്നേക്കുക. Then this constant is defined as the depression of freezing point for 1 molal solution. The unit of KF is kg per mole. For water, KF is 1.86 kg per mole. Okay. We know that molality small letter m is equal to W2 into 1000 divided by m2 into W1. Therefore, delta TF is equal to, നമ്മൾ എമ്മിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം കണ്ട ഇക്വേഷൻ ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു എം എന്നൊരു ഇക്വേഷൻ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് എമ്മിൻ്റെ വാല്യൂ. അതിനുശേഷം ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിസൾട്ട് എന്താണ് കിട്ടുക? ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു 1000 KF ഇൻറ്റു W2 ഡിവൈഡഡ് ബൈ W1 ഇൻറ്റു M2. ഈ ഇക്വേഷനിൽ നിന്ന് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, അതായത് M2, എങ്ങനെ റീറൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? M2 ഈസ് ഈക്വൽ ടു KF ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF ഇൻറ്റു W1. അപ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് നമുക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇത് പഠിച്ചിരിക്കണം. ഈ ഇക്വേഷനും ഓരോ ടേമും എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ ഓഫ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻ്റ് ആണ് വരിക. അപ്പോൾ വെൻ സാൾട്ട് ഈസ് സ്പ്രെഡ് ഓവർ സ്നോ കവേർഡ് റോഡ്സ്, നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ കൂടുതൽ മഞ്ഞുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ തണുപ്പുള്ള രാജ്യങ്ങളിൽ
സ്നോഫോൾസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ സ്നോഫോൾസ് ഈ റോഡൊക്കെ കവർ ചെയ്ത് സ്നോ വന്ന് കവർ ചെയ്ത് കഴിയുമ്പം അവിടെ ആ സ്നോ റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്നോ മെൽറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സോഡിയം ക്ലോറൈഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സാൾട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പം ആ സ്നോ മെൽറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും അത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് ദ റീസൺ. അതായത് വാട്ടറിൻ്റെ അകത്ത് സോഡിയം ക്ലോറൈഡ് ചേർന്ന് കഴിയുമ്പം അതിൻ്റെ ഒരു സൊല്യൂഷൻ്റെ ഇഫക്റ്റാണ് വരിക അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിൻ്റ് കുറയും എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നോർമലി വാട്ടറിൻ്റെ 0 ആണ് എങ്കിൽ ഈ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിയുമ്പം അത് 0യ്ക്കും താഴെ അതിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഐസ് മെൽറ്റ് ചെയ്യാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു സൊല്യൂട്ടിൻ്റെ അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ ഒരു മെൽറ്റിംഗ് എന്തുമാത്രം ഇഫക്റ്റീവാണ് എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന സോഡിയം ക്ലോറൈഡിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു മെൽറ്റിംഗ് പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് osmosis and osmotic pressure, that is represented by letter pi. Okay, osmosis, what do you mean by osmosis? Osmosis is the process of flow of solvent molecules from pure solvent to solution through a semi-permeable membrane. അപ്പോൾ അവിടെ സോൾവൻറ്റ് മോളിക്യൂൾസ് അതിൻ്റെ ഒരു ഫ്ലോയാണ് ഈ ഓസ്മോസിസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദി പ്രോസസ് ഓഫ് ഫ്ലോ ഓഫ് സോൾവൻറ്റ് മോളിക്യൂൾസ് ഫ്രം പ്യുവർ സോൾവൻറ്റ് ടു സൊല്യൂഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ആ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സെമി പെർമിയബിൾ മെംബ്രെയിനിൻ്റെ പ്രസൻസിലാണ് ആ ഒരു പ്രോസസ്സ് നടക്കുക. അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ എങ്ങനെ പറയാൻ നമുക്ക് സാധിക്കും? ഇറ്റ് ഈസ് ദി ഫ്ലോ ഓഫ് സോൾവൻറ്റ് മോളിക്യൂൾസ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ സൈഡ് ടു എ ഹയർ കോൺസെൻട്രേഷൻ സൈഡ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ലോവർ കോൺസെൻട്രേഷൻ സൈഡിൽ നിന്നും ഹയർ കോൺസെൻട്രേഷൻ സൈഡിലേക്കുള്ള സോൾവൻറ്റ് മോളിക്യൂൾസിൻ്റെ ഫ്ലോയെ നമ്മൾ ഈ ഓസ്മോസിസ് അതിൻ്റെ ഡെഫിനേഷനായിട്ട് പറയും. അവിടെയും ഓർക്കേണ്ട കാര്യം സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടിയാണ് ആ ഒരു ഫ്ലോ നടക്കുക. അപ്പോൾ എന്താണ് ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്? എ മെംബ്രെയിൻ ദാറ്റ് അലൗസ് ദ പാസേജ് ഓഫ് സോൾവൻറ്റ് മോളിക്യൂൾസ് ഓൺലി ഈസ് കോൾഡ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇപ്പോൾ സോൾവൻറ്റ് മോളിക്യൂൾസിൻ്റെ പാസേജ് മാത്രം അലൗ ചെയ്യുന്ന മെംബ്രെയിനെയാണ് നമ്മൾ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഗ് മെംബ്രെയിൻ, പിന്നെ ആനിമൽ ആൻഡ് പ്ലാന്റ് മെംബ്രെയിൻ. സെല്ലുലോസ് അസറ്റേറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആർട്ടിഫിഷ്യൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ഈ എഗ് മെംബ്രെയിനും അതുപോലുള്ള ആനിമൽ മെംബ്രെയിനും ഒക്കെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ളത്. ആർട്ടിഫിഷ്യൽ മെംബ്രെയിന് കോമൺ ആയിട്ട് കാണുന്ന ഒരു എക്സാമ്പിളാണ് സെല്ലുലോസ് അസറ്റേറ്റ്. ദെൻ നെക്സ്റ്റ്, ഓസ്മോട്ടിക് പ്രഷർ. Osmotic pressure is defined as the excess pressure that must be applied on solution side to stop osmosis. അപ്പോൾ സൊല്യൂഷൻ്റെ സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെലുത്തുന്ന ആ ഒരു പ്രഷറിനെയാണ്, ആ ഒരു എക്സസ് പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുക. സൊല്യൂഷൻ്റെ സൈഡിൽ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന എക്സസ് പ്രഷറിനെ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയും. അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ എങ്ങനെ പറയും? ഇറ്റ് ഈസ് ദി പ്രഷർ ദാറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് ദ ഫ്ലോ ഓഫ് സോൾവൻറ്റ് മോളിക്യൂൾസ്. സോൾവൻറ്റ് മോളിക്യൂൾസിൻ്റെ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുക. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പൈ.
It is a colligative property. It depends since it depends on the number of solute molecules and not on their nature. Then for dilute solutions, osmotic pressure is proportional to the molarity C and temperature T. That is how we can write it as pi is equal to CRT. For dilute solutions, osmotic pressure is proportional to the molarity C and temperature T. അതിന് നമുക്ക് എങ്ങനെ ആ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ സാധിക്കും? പൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി ടി, ദറ്റ് ഈസ് പൈ ഓർ പൈ ഈസ് ഈക്വൽ ടു ആർ സി ടി ഓർ സി ആർ ടി, where R is the universal gas constant. The value is also given here. Then C is equal to N2 divided by V, the concentration of the solution. Therefore ആ സിയുടെ വാല്യൂ നമ്മൾ എങ്ങോട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ എങ്ങനെ കിട്ടും? പൈ ഈസ് ഈക്വൽ ടു N2RT ഡിവൈഡഡ് ബൈ വി, ഓർ വി പൈയുടെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ പൈ വി ഈസ് ഈക്വൽ ടു N2RT, ഓർ പൈ വി ഈസ് ഈക്വൽ ടു W2RT by M2, where V is the volume of the solution, W2 is the mass of solute, and M2 is the molar mass of solute. Thus, by knowing all other values, we can calculate the molar mass of the unknown solute by the equation molar mass of solute M2 is equal to W2RT divided by pi V. അപ്പോൾ ഈ ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷൻ സാധാരണ ചിലയിടത്തൊക്കെ ചില എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അത് ആ ഒരു ലാസ്റ്റത്തെ വരുന്ന റിസൾട്ടും പഠിക്കുക. M2 എന്ന് പറയുന്നത്, അതായത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്താണ് എന്നുള്ളതും പഠിക്കുക. പൈ ഈസ് ഈക്വൽ ടു CRT എന്നുള്ള ആ ഒരു ഇക്വേഷനും പഠിച്ചിരിക്കുക. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ മെഷർമെൻറ്റ് ഓവർ അതർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെൻറ്റ്. First one, osmotic pressure measurement can be done at room temperature. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് വൺ, the molarity of the solution is used instead of molality, which can be determined easily. അപ്പോൾ ഇവിടെ മൊളാലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് അത് സാധിക്കും. Then third one, the magnitude of osmotic pressure is large even for very dilute solutions. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ലാർജാണ്. വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻ ആണെങ്കിൽ പോലും ആ മാഗ്നിറ്റ്യൂഡ് നമുക്ക് മെഷർ ചെയ്യാൻ പാകത്തിന് ഉള്ള ഒരു വാല്യൂ ആയിരിക്കും. Then last one, this method can be used for the determination of molar masses of biomolecules and for polymers. ബയോമോളിക്യൂൾസിൻ്റെയും അതുപോലെ തന്നെ പോളിമേഴ്സിൻ്റെയും മോളാർ മാസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജസിൽ വരിക. ദെൻ എക്സാമ്പിൾ ഓർ ആപ്ലിക്കേഷൻസ് ഫോർ ഓസ്മോസിസ്. First one, raw mango placed in concentrated salt solution loses water and shrink. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് വിൽറ്റഡ് ഫ്ലവേഴ്സ് നമ്മൾ ഫ്രഷ് വാട്ടറിൽ മുക്കി കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ? വാടിയ പൂവാണെങ്കിൽ പോലും അത് കുറച്ചും കൂടി നല്ല രീതിയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ബ്ലഡ് സെൽസ് കൊളാപ്സ് വെൻ സസ്പെൻഡഡ് ഇൻ സലൈൻ വാട്ടർ. ലാസ്റ്റ് വൺ, ദ പ്രിസർവേഷൻ ഓഫ് മീറ്റ് ബൈ സാൾട്ടിങ് ആൻഡ് ഫ്രൂട്ട്സ് ബൈ ആഡിങ് ഷുഗർ
പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ബാക്ടീരിയൽ ആക്ഷൻ, നമുക്കറിയാവുന്ന കാര്യമാണ്. മീറ്റ് നമ്മൾ ഉപ്പ് തിരുമ്മി വെക്കുക എന്നൊക്കെ പറയില്ലേ, മീറ്റൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ ഉപ്പ് പുരട്ടി വെക്കാറുണ്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഷുഗർ വി ആഡ് ഷുഗർ ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ബാക്ടീരിയൽ ആക്ഷൻ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഓസ്മോസിസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ഓസ്മോസിസ് ആയിട്ട് അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.